question. Two boxes are there. One containing 10 slips numbered from 1 to 10 and the other contains 5 slips from 1 to 5. One slip is taken from each box as usual. What is the probability of both being odd? So, first box is 1 to 10 numbers. Second box contains 1, 2, 3, 4, etc. 10. Then second box contains 1, 2, 3, 4, 5. 5 numbers. We have to pick one slip from each box. What is the probability of both being odd? So first we have to find how many ways we can take this paper slips. If we take one from first box, we can take one from another box. 1, 1. Then again 1, 2 is there. 1, 2, 1, 3, 1, 4, 1, 5. So 1, 1, 1, 2, 1, 3, 1, 4, 1, 5. Then again 2, 1, 2, 2, 2, 1, 2, 2, 2, 3, 2, 4, 2, 5. Again 3, 1, 3, 2, 3, 4, 3, 3, 1, 3, 2, 3, 3, 3, 4, 3, 5, etc. 4, 1, 4, 2 varum. Angane evide vare varum 10, 1, 10, 2, 10, 3, 10, 4, 10, 5. So total how many pairs are there? So ingane 5 pairs. Idu 5 aanu. 5 അങ്ങനെയുള്ള എത്ര റോസ് വന്നേ? ഇത് 5 ആണ്. അപ്പോൾ 5 pairs ഉള്ള 10 rows. 1, 2, 3, 4, 5, 6, 7, 8, 10. 8, 9, 10. അപ്പോൾ 10 into 5 അല്ലേ? 10 into 5, 50 pairs are there. Clear ആവുന്നുണ്ടോ? So 1, 1, 1, 2, 1, 3, 1, 4, 1, 5 വരെ 5 pairs. Similarly again 5 pairs. Then 3, 1, 3, 2 എന്നത് 5 pairs ആണ്. Then 4, 1, 4, 2, 4, 5 അങ്ങനെ വരുമ്പോൾ 5 pairs വരും. 5, 1, 6, 1, 7, 1, 8, 1, 10 അങ്ങനെ 9, 1, 10, 1 വരെ വരുമ്പോഴും അങ്ങനെ എല്ലാ 5 pairs ഉള്ള അങ്ങനെയുള്ള 10 numbers. 10 അല്ലേ? അപ്പോൾ 10 rows ആകുമ്പോൾ 10 into 5. സോ അങ്ങനെ എത്ര pairs ഉണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് ബോക്സിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ എത്രയുണ്ട്. അപ്പോൾ 10 into 5 50 pairs. അങ്ങനെയാണ് 50 കിട്ടുക. ഫസ്റ്റിൽ 10 നമ്പേഴ്സും സെക്കൻഡിൽ 5 നമ്പേഴ്സും ആണുള്ളത്. അപ്പോൾ ടോട്ടൽ 50 pairs are there. So ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? What is the probability of both being odd? What is the probability of both being odd? Probability of both being odd. രണ്ടും ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1, 1, then 1, 3, 1, 1, 5. ഇങ്ങനെയുള്ള രണ്ടും ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ എല്ലാം ഓഡ് നമ്പേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് പകരം നമുക്ക് ഫസ്റ്റ് ബോക്സിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. ഫസ്റ്റ് ബോക്സിൽ 1 is there അല്ലേ? 1, 3, 5, 7, 9. Then second box contains how many odd numbers? 1, 1 and 3. 1, 3 and 5. So first box contains how many odd numbers? 1, 3, 5, 7, 9. First question, what is the probability of both numbers being odd and then? അതിനു വേണ്ടിയിട്ട് നമ്മൾ 1, 1, 1, 2 അങ്ങനെയുള്ള
5 വരെയുള്ള നമ്പേഴ്സ്, അതുപോലെ 2 1 2 2 എക്സെട്ര 2 5 വരെയുള്ള നമ്പേഴ്സ്, അങ്ങനെ വന്നിട്ട് 10 1 10 2 10 5 വരെയുള്ള നമ്പേഴ്സ്. ഇപ്പോൾ ടോട്ടൽ 50 പെയേഴ്സിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും എത്ര ഓഡ് നമ്പേഴ്സ് ഉള്ള രണ്ട്, ബോത്ത് ബീങ് ഓഡ് 1 1 ഓഡാണ്, പിന്നെ ഇവിടെ 1 3 ഓഡാണ്, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഈസി മെത്തേഡ് നമ്മൾ ഫസ്റ്റ് ബോക്സിൽ ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. 1 3 5 7 9. Second box contain 1 3 and 5. So total how many pairs of numbers having both numbers odd? So ഇവിടെ പെയേഴ്സ് എങ്ങനെ ഓഡ് നമ്പേഴ്സിനെ പെയർ ചെയ്യാൻ പറ്റുന്ന, ഇവിടെ 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ, 1 3 5 7 9. ഇവിടെ എത്രയുണ്ട്? 3 നമ്പേഴ്സ്. സോ ടോട്ടൽ വിൽ ഗെറ്റ് 15 പെയേഴ്സ് are there. എങ്ങനെ കിട്ടിയ 5 into 3 equal to 15 പെയേഴ്സ്. അങ്ങനെയാണ് നമുക്ക് പെയേഴ്സ് കിട്ടുക. സോ 15 പെയേഴ്സിൽ ടോട്ടൽ പെയേഴ്സ് എത്രയാണ്? സോ probability of both being odd is equal to 15 divided by total എത്രയായിരുന്നു? 50 പെയേഴ്സ് അല്ലായിരുന്നോ? അപ്പോൾ 15 by 50 വരുമ്പോൾ 3 by 10 വരും ആൻസർ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. Okay, 3 by 10 is the answer. Okay, clear? Then and what is the probability of getting even numbers from both? Probability of getting even numbers from both. രണ്ടിൽ നിന്ന് ഈവൻ നമ്പേഴ്സ് കിട്ടാൻ പ്രോബബിലിറ്റി ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയായിരിക്കും? ഹൗ മെനി ഈവൻ നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫസ്റ്റ് ബോക്സ്? 2 4 6 8. 10 is there. The second box contain 2 4 2 and 4. So total how many pairs? Again 5 into 2. So 10 pairs are there. 10 even numbers pairs are there. So first box il 2 4 6 8 9 10 ആണ്. Second box il 2 and 4. Then total 5 into 2 10 pairs are there. So total probability of getting even numbers എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Probability of getting even numbers. And 10 divided by 50. So 1 by 5. Probability of getting even numbers എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോക്സിൽ എത്ര ഈവൻ നമ്പർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും, സെക്കൻഡ് ബോക്സിൽ എത്ര ഈവൻ നമ്പർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യും, എന്നിട്ട് 5ഉം 2 ആണ് കിട്ടിയത്. 5 into 2 10 പെയേഴ്സ് ആണ് ചെയ്യുക ഈവൻ നമ്പറിൻ്റെ. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ 10 by 50. സോ 1 by 5 into answer. Next question. There are 50 mangoes in a basket, 20 of which are unripe. Another basket contains 40 mangoes with 15 unripe. If we take one mango from each, what is the probability of both being ripe? So there are 50 mangoes. ഒരു ബാസ്കറ്റിൽ 50 mangoes ഉണ്ട്. And another basket contains 40 mangoes. And 20 unripe ആണ്. 50 mangoesൽ 20 unripe ആണെങ്കിൽ unripe. അങ്ങനെയാണെങ്കിൽ 30 റൈപ്പ് ആയിരിക്കില്ലേ? സോ അനദർ ബാസ്കറ്റിൽ ടോട്ടൽ 40 ഉണ്ട്, അതിൽ 15 അൺറൈപ്പ് ആണ്. 15 അൺറൈപ്പ് ആണെങ്കിൽ 25 എത്രയായിരിക്കും? റൈപ്പ് ആയിരിക്കും. സോ ടോട്ടൽ ഹൗ മെനി വേസ് വി ക്യാൻ പിക്ക് ദാറ്റ് മാംഗോസ്? അപ്പോൾ ടോട്ടൽ പെയേഴ്സ് വരുമ്പോൾ 50 into 40 ആണ്. അപ്പം 2000 പെയേഴ്സ് ആണ്. Pick the mangoes. 2000 pairs are there. So first question, both being ripe. രണ്ടും ripe ആകാനുള്ള probability. First question answer, probability of
both being ripe. റൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ എത്ര റൈപ്പ് ഉണ്ടെന്ന് നോക്കും, 30 ആണ് അല്ലേ. 30 ഇൻറ്റു വരുന്നത് കേട്ടോ. ഈ പെയറും ഇതുമാണ്. ഇതിൽ എത്ര റൈപ്പ് ഉണ്ട്? 30 റൈപ്പ്. ഇതിൽ എത്ര റൈപ്പ് ഉണ്ട്? 25. 30 ഇൻറ്റു 25 ബൈ 2000 ആണ് ആൻസർ വരിക. അപ്പൊ എത്ര വരിക? 750 ബൈ 2000. ഇതിനെ ഷോർട്ട് ആക്കാം. 75 by 200 എഴുതാം. അതിനെ ഷോർട്ട് ആക്കി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇറ്റ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ എത്ര റൈപ്പ് ഉണ്ടെന്ന് നോക്കും, സെക്കൻഡിൽ എത്ര റൈപ്പ് ഉണ്ടെന്ന് നോക്കും. അതിന്റെ ടോട്ടൽ പേയേഴ്സ് വരുന്നത് 30 into 25 by 2000. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, ബോത്ത് ബീയിങ് അൺറൈപ്പ്. സെക്കൻഡ് പാർട്ട് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് both being unripe. രണ്ടും അൺറൈപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അൺറൈപ്പ്, what is probability of both being unripe? So unripe ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റില് 20 അൺറൈപ്പ് ഉണ്ട്, സെക്കൻഡില് 15 അൺറൈപ്പ് ഉണ്ട്. സോ 20 into 15 divided by 2000. 20 unripe ആണ് ഫസ്റ്റ് ബോക്സിൽ, സെക്കൻഡ് ബോക്സിൽ 15 unripe ആണ്. അപ്പോൾ 20 into 15 divided by 2000 ആണ്. അപ്പോൾ 300 divided by 2000. ഇതിനെ ഷോർട്ട് ആക്കണമെങ്കിൽ ഷോർട്ട് ആക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the probability of getting at least one ripe mango എന്നാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനോട്ട് we can do two methods, in two ways we can do this problem. Probability of getting at least one mango. At least one എന്ന് വെച്ചാൽ 2 mango. Probability of getting at least, that is the probability of getting at least one ripe mango എന്നാണ്. അപ്പോൾ 1 ripe mango, at least 1 ripe mango എന്ന് വെച്ചാൽ അതില് ഒരു റൈപ്പും 1 റൈപ്പും 1 അൺറൈപ്പും വരുന്ന കേസ് വരാം. ദെൻ അതിന്റെ കൂടെ എന്താ വരാ? 1 അൺറൈപ്പും 1 റൈപ്പും വരുന്ന കേസ് വരാം. ദെൻ തേർഡ് വൺ പറയുന്നത് 2 റൈപ്പ് വരുന്ന കേസും വരാം. അതായത് 1 റൈപ്പ് ആൻഡ് 1 റൈപ്പ്, രണ്ടിൽ നിന്നും റൈപ്പ് വരുന്ന കേസ് വരാം. അപ്പൊ ഫസ്റ്റ് ഇത് മൂന്ന് കേസസ് ആണ്. ഫസ്റ്റില് 1 റൈപ്പും സെക്കൻഡിൽ നിന്ന് അൺറൈപ്പ് എടുക്കാം. ഫസ്റ്റിൽ നിന്ന് അൺറൈപ്പും സെക്കൻഡിൽ നിന്ന് റൈപ്പും എടുക്കാം. തേർഡ് വരുന്നത് അറ്റ്ലീസ്റ്റ് 1 ആയതുകൊണ്ട് 2 വന്നാലും കുഴപ്പമില്ല. കുറഞ്ഞത് ഒന്നെങ്കിൽ എന്നാണ്. അപ്പൊ 2 വരുന്ന കേസും വരാം. അപ്പൊ 2 റൈപ്പ് മാംഗോ വരുന്ന കേസും എടുക്കാം. അപ്പൊ ഇതില് ഫസ്റ്റില് നമ്മൾ ചെയ്യുന്നത് 1 റൈപ്പും 1 അൺറൈപ്പും ആണെങ്കിൽ നമ്മളുടെ എത്രയായിരുന്നു നോക്കണം. ആദ്യത്തേല് ടോട്ടൽ 50 മാംഗോസ് ആയിരുന്നു. അതില് 20 അൺറൈപ്പ് ആയിരുന്നെങ്കിൽ ഇതില് 30 റൈപ്പ് ആയിരുന്നു. സെക്കൻഡിൽ വന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? 15 അൺറൈപ്പ് ആയിരുന്നു. അപ്പൊ ഇവിടെ 25 റൈപ്പ് ആയിരുന്നു. 40 മാംഗോസ് ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതില് നമുക്ക് 3 കേസസ് ആക്കി എടുക്കാം ഇതിനെ. ഫസ്റ്റില് 1 റൈപ്പും 1 അൺറൈപ്പും ആയിരുന്ന കേസ് വരുന്നത്, റൈപ്പ് എടുക്കുന്നത് 30 ഇൻറ്റു അൺറൈപ്പ് വരുന്നത് 15. 30 into 15 by 2000 പ്ലസ് ദെൻ ഫസ്റ്റിൽ നിന്ന് 1 അൺറൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് കേസ് 1 റൈപ്പും ഫസ്റ്റിൽ നിന്ന് റൈപ്പും സെക്കൻഡിൽ നിന്ന് അൺറൈപ്പും ആണ്. അപ്പൊ 30 into 15 by 2000. സെക്കൻഡ് പറയുന്നത് 1 അൺറൈപ്പ്, ഫസ്റ്റിൽ നിന്ന് അൺറൈപ്പ് ആണ്. അപ്പൊ 20 ആണ്. 20 into സെക്കൻഡിൽ നിന്ന് റൈപ്പ് ആണ് അല്ലെ? റൈപ്പ് ആകുമ്പോൾ 25 by 2000 പ്ലസ്
രണ്ടിൽ നിന്ന് റൈപ്പ്. അപ്പൊ എത്ര വരിക? 30 into 25 by 2000. അപ്പൊ ഈ 3 കേസസ് ആഡ് ചെയ്താലാണ് നമുക്ക് ഈ ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് വരുന്നത് 450 by 2000 plus 500 by 2000 plus 750 by 2000. 3 കേസസ്, 3 കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരാം? 950 plus 1700 by 2000 എന്ന് വരും ആൻസർ. ഇതിന് ഷോർട്ട് ആക്കാൻ വേണമെങ്കിൽ ക്ലിയർ. അതിൽ സെക്കൻഡ് മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു 3 കേസസ് ആയിട്ട് അതിനെ ആഡ് ചെയ്താൽ ആൻസർ കിട്ടും. പിന്നെ സെക്കൻഡ് മെത്തേഡ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു റൈപ്പ് മാംഗോ എങ്കിലും കിട്ടണമെങ്കിൽ 2 അൺറൈപ്പ് വരുന്ന കേസ് ടോട്ടൽ പ്രോബബിലിറ്റിന്ന് മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് 1. സോ 1ൽ നിന്ന് ബോത്ത് ബീയിങ് അൺറൈപ്പ് എന്നുള്ള കേസ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു സെക്കൻഡ് കേസിൽ. സോ പ്രോബബിലിറ്റി ഓഫ് getting at least 1 ripe mango എന്ന് പറയുമ്പോൾ 1 minus probability of both being unripe. അൺറൈപ്പ് ആവുന്ന കേസ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. രണ്ടും അൺറൈപ്പ് ആവുന്ന കേസ് 1 എന്നുള്ള പ്രോബബിലിറ്റിന്ന് മൈനസ് ചെയ്യാം. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റൈപ്പ് മാംഗോ എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റിന്ന് 2 റൈപ്പ് അൺറൈപ്പ് കിട്ടാനുള്ളത് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതിൽ നിന്ന് 2 അൺറൈപ്പിന്റെ കേസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 300 by 2000. Then you can cross multiply. ഇവിടെ ഒരു ഡിനോമിനേറ്റർ 1 ഉണ്ടാവും. Then cross multiply. ഇങ്ങനെ cross multiply എന്ത് വരും? 1 into 2000 എന്ന് പറയുന്നത് 2000 ആണ്. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് 1 into 300 divided by 2000. So the answer is 1700 by 2000. Same answer അല്ലേ? അപ്പോൾ at least 1 റൈപ്പ് മാംഗോ എന്ന് പറയുമ്പോൾ ടോട്ടലിൽ നിന്ന് 1 മൈനസ് 1ൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് 2 അൺറൈപ്പ് ആയുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. ക്ലിയർ? Next question. In class 10A, there are 30 boys and 20 girls. In 10B, there are 15 boys and 25 girls. One student is to be selected from each class. What is the probability of both being girls? So 10th A and 10th B total, how many students are there? This is 10th A. 10th A contains 30 boys and 20 girls. So total 50 students are there. And 10th B 15 boys ഉണ്ട്, then 25 girls ഉണ്ട്. So total 40. അല്ലേ? Total 40 ആണുള്ളത്. So total how many pairs are there? Yeah, 15 to 40 and again 15 to 40, 2000 is there. Then first question, what is the probability of both being girls? അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യണം. What is the probability of both being girls? അപ്പം എത്ര ഗേൾസ് ഫസ്റ്റിലുണ്ടെന്ന് നോക്കണം. both being girls എന്ന് പറയുമ്പോൾ probability of ഞാൻ ബ്രാക്കറ്റിൽ ഇടാം, probability of both being girls. ഗേൾസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ എത്ര ഗേൾസ് ഉണ്ടെന്ന് നോക്കി. അപ്പോൾ 20 ഗേൾസ്. സെക്കൻഡിൽ എത്രയുണ്ട്? 25. അപ്പോൾ 20 into 25 by 2000. അപ്പോൾ എത്ര വരിക? 500 by 2000 ആണ് ആൻസർ. ഷോർട്ട് ഫോമിൽ ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. 500 by 2000. Then second part, what is the probability of both being boys? Both being boys. അപ്പോൾ ഫസ്റ്റിൽ എത്ര ബോയ്സ് ഉണ്ട്? 30 ബോയ്സ്. സെക്കൻഡിലോ 15 ബോയ്സ്. പെയർ ആക്കുമ്പോഴാണ് അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ 2000. സോ 450 ഡിവൈഡഡ് ബൈ 2000.
one girl. But third part question, probability of getting one boy and one girl. Probability of getting one boy and one girl എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ബോയും സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളും സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ബോയിനെ സെലക്ട് ചെയ്യാമല്ലോ. അപ്പം 2 കേസസ് വരും. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ആരെ സെലക്ട് ചെയ്തു? ഒരു ബോയിനെയും സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ എത്ര വരും? 30 into 25/2000 പ്ലസ് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെയും സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ബോയിനെയും. അപ്പോൾ 20 into 15 /2000. ഇത് രണ്ടും ആഡ് ചെയ്യുന്നവർ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എത്ര ആയിരിക്കും ഇവിടെ? 750/2000 പ്ലസ് 300/2000. ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 1050/2000. Probability of getting one boy and one girl എന്ന് പറയുമ്പോൾ വൺ ബോയിനെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ബോയിനെ സെലക്ട് ചെയ്ത സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്ത സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു ബോയിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ 2 കേസസ് വരും. അപ്പോൾ 30 into 25/2000 പ്ലസ് 20 into 15/2000. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് 30 ബോയ്സ് അല്ലേ, അപ്പം 1 ബോയ് ആകുമ്പോൾ 30 ബോയ്സും ഇൻറ്റു 25 ഗേൾസ് ആണ്. അപ്പോൾ 30 into 25/2000. അപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഗേളും സെക്കൻഡ് കേസിൽ ഫസ്റ്റ് ക്ലാസ്സിലെ ഗേളിനെയും സെക്കൻഡ് ക്ലാസ്സിലെ ബോയിനെയാണ്. അപ്പോൾ 20 into 15 ബോയ്സ് അല്ലേ, 15 /2000. അപ്പോൾ ടോട്ടൽ 1050/2000. ക്ലിയർ? Then fourth question. What is the fourth question? What is the probability of getting at least one boy? നമുക്കറിയാം 2 ഗേൾസ് വരുന്ന സബ്ട്രാക്ട് ചെയ്താൽ at least one boy കിട്ടുന്ന കേസ് ആവും അല്ലേ. സോ probability of getting at least one boy equal to 1 minus probability of getting at least probability of both being probability of both being girls in ഒരു ഗേൾ 2 ഗേൾസ് വരുന്ന പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ കുറഞ്ഞത് ഒരു ബോയ് കിട്ടുന്ന ഇതാവും. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. 500/2000. അപ്പോൾ 1 മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2000 minus 500 divided by 2000. ആൻസർ വരുന്നത് 1500/2000. This is the answer. Probability of getting at least one boy എന്ന് പറയുന്നത് 1 minus probability of getting both girls. അപ്പോൾ 2 ഗേൾസിനെ കിട്ടുന്ന പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1 minus 500/2000 ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2000 minus 500/2000 വരും. 1500/2000 is the answer. Clear? Next question. 2 dice with faces numbered from 1 to 6 are rolled together. What are the possible sum? Which of these sums has the maximum probability? Dice നമുക്കറിയാം അല്ലേ. ഡൈസിന്റെ ഫേസസിൽ 1 മുതൽ 6 വരെ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള 2 ഡൈസ് നമ്മൾ എന്ത് ചെയ്യാണ്? റോൾ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഡൈസിൽ 1 to 6 ആണ് ഫേസസിലുള്ളത്. സെക്കൻഡ് ഡൈസിൽ 1 to 6 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡൈസിൽ 1 വന്നാൽ സെക്കൻഡ് ഡൈസിൽ നിന്ന് എനിക്ക് 1 വന്നൂടെ? ഫസ്റ്റ് ഡൈസിൽ നിന്ന് 1 വന്നാൽ സെക്കൻഡ് ഡൈസിൽ നിന്ന് 2 വന്നൂടെ? 1 2 1 3 1 4 1 5 1 6. അപ്പം ഇങ്ങനെ 6 വരെ വരാം. then 2 1 2 2. ഇപ്പം രണ്ടും കൂടെ റോൾ ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റിൽ 2 വന്നാൽ സെക്കൻഡിൽ 1 വരാം,
ഫസ്റ്റിൽ 2 വന്നാൽ സെക്കൻഡിൽ 2 വരാം. 2 3 2 4 2 5 2 6. Similarly 3 1 3 2 3 3 3 4 3 5 3 6. Similarly 4 1 4 2 4 3 4 4 4 5 4 6. ഡൈസ് റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരാം ഫേസസിൽ. then 5 1 5 2 5 3 5 4 5 5 5 6. then again 6 1 6 2 6 3 6 4 6 5 6 6. Total how many pairs are there? So 6 into 6 36 വരും. അതായത് ഫസ്റ്റ് ഡൈസിൽ 1 to 6 ഉണ്ട്, സെക്കൻഡ് ഡൈസിൽ 1 to 6. അപ്പോൾ ടോട്ടൽ 6 into 6 36 pairs are there. So what are the possible sums? എന്തൊക്കെ ആയിരിക്കും സം വരാൻ പറ്റുക? 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, then 8 വരാം, 9 വരാം, 10 വരാം, 11 വരാം, മാക്സിമം വരുന്നത് ഏതായിരിക്കും? 12 വരാം. അപ്പോൾ നമുക്ക് 2 തൊട്ടിട്ട് 2 3 4 5 6 7 8 9 10 11 12 വരെയുള്ള സം വരാം. മാക്സിമം 12 ആണ്. So which of these sum has the maximum probability? അതിൽ ഏത് സമ്മിനാണ് നമുക്ക് what are the possible sums എന്ന് ചോദിക്കുമ്പോൾ 2 വരാം, 3 വരാം, 4 5 6 7 8 9 10 11 12 വരെയുള്ള സംസ് വരാം. മാക്സിമം വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമം പ്രോബബിലിറ്റി വരുന്ന സം ഏതാ? ഇപ്പൊ 2 എന്ന് പറയുന്ന സമ്മ് വരണമെങ്കിൽ 1 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ഡിവൈഡ് ബൈ 36 വരും. 3 എന്ന് പറയുന്ന സമ്മ് വരണമെങ്കിൽ 1 2 പിന്നെ 2 1 ഉള്ളൂ. അപ്പോൾ 2 നമ്പേഴ്സ് 2 ഡിവൈഡഡ് ബൈ 36 വരാം. 4 എന്ന് പറയുന്ന സമ്മ് വരണമെങ്കിൽ 2 2 അല്ലേ, ഇത് 1 ഡിവൈഡ് ബൈ 36 വരാം. 5 എന്ന് പറയുന്ന സം വരണമെങ്കിൽ 1 4 4 1 3 2 2 3 അങ്ങനെ 4 ബൈ 36 വരാം. പിന്നെ ഓരോന്ന് എഴുതിയാൽ ഏറ്റവും മാക്സിമം വരുന്ന ഏതാണ് നോക്കാം. സോ probability of getting sum 1 അല്ല sum 2 എത്ര വരിക? ഒരെണ്ണേ ഉള്ളൂ 2 കിട്ടുന്ന 1 1 but 1 divided by 36. next probability of getting sum 3 വരുന്നത് എത്ര വരും? 1 2 2 1 വരും. so 2 divided by 36. then probability of getting sum 4 വരുന്നത് 1 3 1 3 3 1 2 2 3 cases ഉണ്ട്. so 3 divided by 36. similarly this is the probabilities. probability of getting sum 2 എന്ന് പറഞ്ഞാൽ 1 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 ഡിവൈഡ് ബൈ 36. probability of getting sum 3 വരുമ്പോൾ 1 2 വരും, 2 1 വരും. അപ്പോൾ 2 ഡിവൈഡ് ബൈ 36. probability of getting sum 4 വരുമ്പോൾ 1 3 വരും, 3 1 വരും, 2 2 വരും. അപ്പോൾ 3 ഡിവൈഡ് ബൈ 36. probability of getting sum 5 വരുന്ന ഏതൊക്കെയായിരിക്കും? 1 4 is there, then 4 1 is there, 2 3 is there, then 3 2 is there, then 1 1 2 3 4
4 divided by 36. Probability of getting some 6 വരുന്ന ഏതൊക്കെ കേസ് അവര് 3 വരും, 2 4 വരും, 2 4 വന്നാൽ 4 2 വരും, then 1 5 വരും, 1 5 വന്നാൽ 5 1 വരും. ഇത്രയല്ലേ വരുള്ളൂ. അതുപോലെ എത്ര വരുള്ളൂ? അപ്പം ഏതൊക്കെയായിരിക്കും വരുന്നത്? 5 1 1 5 1 2 3 4 5. 5 divided by 36 are there. Then probability of getting some 7 വരുമ്പോൾ ഏതൊക്കെയാ വരാം? 1 6 വരും, 6 1 വരും, 1 6 6 1, then 5 2 2 5 4 3 3 4. So 7 വരാനുള്ള പ്രോബബിലിറ്റി ഏതൊക്കെയാണ്? 1 2 3 4 5 6. 6 divided by 36 വരും. Probability of getting some 8. 8 എന്ന് വരുമ്പോൾ ഏതൊക്കെയായിരിക്കും? 1 2 6 വരാം. 2 6 is there, then 6 2 is there, then 6 2 is there, then 4 4 is there, then 3 5 is there, 5 3 is there, then which one? So okay, 2 6 3 5 4 4 5 3 6 2 1 2 3 4 5. 5 divided by 36. Next probability of getting a sum 9. 9 വരുമ്പോൾ ഏതൊക്കെയാ വരിക? 9 വരാനായിട്ട് 6 3 6 3 ആൻഡ് 6 3 പിന്നെ ഏതാ വരിക? 3 6. വേറെ ഏതെങ്കിലും ഉണ്ടോ 9 വരുന്നത്? ഇല്ല. 5 4 is there. 5 4 and 4 5. So 4 by 36. 6 3 3 6, then 4 5 and 5 4. Then probability of getting some 10 വരുന്നത് ഏതൊക്കെയായിരിക്കും? 5 5. 5 5 സം 10 ആണ്. Then which one? 5 5 and only 5 5. 5 5 സം മാത്രമേ 10 വരുള്ളൂ. 1 divided by 36. Next is probability of getting some 11. 11 സം വരികയാണെങ്കിൽ ഏതൊക്കെ വരിക? 5 6 വരും, 6 5 വരും. ഇത്രയല്ലേ ഉള്ളൂ. 5 6 and 6 5. 2 divided by 36. Next വരുന്ന probability of getting some 12. 12 വരുന്ന probability വരുന്നത് 12 വരാൻ 6 6 മാത്രമേ ഉള്ളൂ. 1 divided by 36. So 12 വരെയുള്ള സമ്മിന്റെ പ്രോബബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ മാക്സിമം ഏതിനാണെന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ മാക്സിമം പ്രോബബിലിറ്റി വരുന്നത് ഏതിനായിരുന്നു? സം 7 ആവുന്നതിനല്ലായിരുന്നോ? ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം 7. 7 എത്രയായിരുന്നു? 6 by 36. So this is the maximum probability. So getting maximum സം 7 ആയിട്ടുള്ള പ്രോബബിലിറ്റി, അതായത് ഏറ്റവും കൂടുതൽ മാക്സിമം സം വരുന്നത് 7 ആണ്. മാക്സിമം
So 7 has the maximum probability. 6 by 36. അതിനെ ഷോർട്ട് ആക്കി നോക്കുവാൻ 1 by 6 എന്ന് എഴുതാം. So 7 has the maximum probability. Clear?